നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ വാർത്തകൾ. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. കാസർഗോഡ് ഇരിയണ്ണിയിൽ ജനവാസ മേഖലയിൽ പുലി. വെള്ളാട് സ്വദേശി നാരായണന്റെ വീട്ടിലെ വളർത്തുനായെ പുലി കടിച്ചുകൊണ്ടുപോയി. പുലിയുടെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വളർത്തുനായെ കടിച്ചുകൊണ്ടുപോകുന്ന പുലിയുടെ CCTV ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവായി ഇപ്പോൾ 24 സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ഇരിയണ്ണി എന്ന് പറയുന്ന മേഖല, ആ പ്രദേശം, അത് കാസർഗോഡ് ഏത് ഭാഗത്താണ്? വനപ്രദേശത്തിനടുത്താണോ ഇരിയണ്ണി? എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടോ? ഒപ്പം തന്നെ ഈ പുലിക്കായുള്ള പരിശോധന, തിരച്ചിൽ അതവിടെ നടക്കുന്നുണ്ടോ? പ്രജിൻ, രാത്രി 8 മണിയോടുകൂടിയാണ് ഈ പുലി ഇറങ്ങുന്നത്. ഇരിയണ്ണി എന്ന് പറയുന്നത് വനമേഖലയും അതുപോലെ തന്നെ നാടും ചേർന്നൊരു പ്രദേശമാണ്. 8 മണിയോടുകൂടിയാണ് ഈ ഭാഗത്ത് പുലി ഇറങ്ങുന്നത്. കാറടുക്ക ബോവിക്കാനം റൂട്ടാണ് ഇത്. സുള്ളിയ മേഖലയിലേക്ക്, ചെർക്കളയിൽ നിന്ന് സുള്ളിയ മേഖലയിലേക്ക് പോകുന്ന ഒരു പാതയാണ്. ആ പാതയോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ ഇരിയണ്ണി എന്ന് പറയുന്ന സ്ഥലം. ആ ഭാഗത്ത് ഈ കാടും നാടും ഒരുമിച്ച് ഇടകലർന്ന് പോകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ പുലിയൊക്കെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണം. നേരത്തെയും ഇരിയണ്ണി മേഖലയിൽ പുലി ഇറങ്ങിയിരുന്നു. വനം വകുപ്പ് 3 കൂടുകളോളം ആ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നു. പക്ഷേ പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്ത് 4 പുലികളും അതുപോലെ തന്നെ കുട്ടികളുമൊക്കെ ഉണ്ടെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വനം വകുപ്പിന്റെ ക്യാമറ കണ്ണിൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പുലിയൊക്കെ ഉൾക്കാട്ടിലേക്ക് ആക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് 8 മണിയോടുകൂടിയാണ് ഈ വെള്ളാട്ട് പുലി ഇറങ്ങിയിരിക്കുന്നത്. നാരായണന്റെ വീട്ടിലേക്കാണ് ഈ പുലി വന്നത്. പുലി വളർത്തുനായിയെ പിടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും CCTVയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രദേശത്ത് വനം വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പുലി ഏത് ഭാഗത്തേക്കാണ് പോയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യം മാത്രമാണ് വനം വകുപ്പിനും അറിയുകയുള്ളൂ. പുലിയുടെ കാൽപ്പാടുകളോ മറ്റൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും വനം വകുപ്പ് പരിശോധന തുടരുകയാണ്. RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുലിയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. പ്രജിൻ, അരുൺ, കാസർഗോഡ് നമുക്കറിയാം, ഈ പറയുന്നത് പോലെ അങ്ങനെ പുലിയുടെ ആക്രമണമോ പുലിയെ ഈ രീതിയിൽ ജനവാസ മേഖലയിൽ കാണുന്ന സംഭവങ്ങളോ മുൻപ് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാം. ആ നായ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിന്നാലെ എത്തി ഈ പുലി അതിനെ വളരെ കുളായി കടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പുലി തന്നെയാണ്. ഭീതിയോടെ അല്ലാതെ ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ അവിടുത്തുകാർക്ക് കാണാൻ കഴിയുകയില്ല. കാരണം ജനവാസ മേഖലയിൽ ഇത്രയും വലിയൊരു പുലി ഇറങ്ങി എന്ന് പറയുമ്പോൾ അത് ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. എന്താണ് അത്തരം സാഹചര്യങ്ങൾ? മുൻപ് ഇതുപോലെ ഈ മേഖലയിൽ ഇത്തരം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? പ്രജി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാടും നാടും ഇടകലർന്നു പോകുന്ന പ്രദേശങ്ങളാണ് ഈ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളും. ഈ ഇരിയണ്ണി പ്രദേശം എന്ന് പറയുന്നതും അങ്ങനെയാണ്. ഒരു പാത പോകുന്ന സ്ഥലത്ത് 2 വശത്തും കാടാണ്. അതിനിടയ്ക്ക് ചില മേഖലകളൊക്കെ തന്നെ ജനവാസ മേഖലയുണ്ട്. ഈ വീടുകളിലേക്ക് പോകുന്ന റോഡുകൾ ഉൾപ്പെടെ കാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഈ മേഖലയിലുള്ളത്. ഈ മേഖലയിൽ മുൻപും പുലി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടമോ പുലി ഉണ്ടാക്കിയിട്ടില്ല. ഈ പുലി ഇറങ്ങുന്ന സമയത്ത് ജനങ്ങൾ വനംവകുപ്പിനെ വിവരം അറിയിക്കും. അങ്ങനെ RRT സംഘം എത്തി ഈ പുലിയെ തുരത്തുകയായിരുന്നു ചെയ്യുന്നത്. ഈ പുലി മാത്രമല്ല, കാട്ടുപോത്തും അതുപോലുള്ള മൃഗങ്ങളും വന്യജീവികളും ഒക്കെ തന്നെ ആ പ്രദേശത്തുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പുലി വീട്ടിലേക്ക് കയറി ഈ വളർത്തുനായിയെ കടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉണ്ടായിരിക്കുന്നത്. ഇരിയണ്ണിയിലാണ് പുലി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അവിടുത്തെ വളർത്തുനായെ കടിച്ചു കൊണ്ടുപോയത്. അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും. വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിൽ കടുവയുടെ ആക്രമണത്തിൽ 65കാരൻ കൊല്ലപ്പെട്ടു. ദേവർഗദ്ധ ഉന്നതിയിലെ കൂമൻ മാരനാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വണ്ടിക്കടവ് കന്നാരംപുഴയുടെ ഓരത്ത് നിന്ന് വിറകു ശേഖരിക്കാനെത്തിയതായിരുന്നു കൂമൻ എന്ന് വിളിക്കുന്ന മാസ്തിമാരനും സഹോദരി കുള്ളിയും. വനാതിർത്തിയിൽ വെച്ച് കടുവ കൂമനെ വലിച്ചിഴച്ച് 3/4 കിലോമീറ്റർ കൊണ്ടുപോയി. ഒരു ഒച്ച കേട്ടപ്പോൾ അവിടെയുള്ള ആള് വിളിച്ചിട്ട് മാച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അയാൾ പറയാ പേടിക്കണ്ട കൊണ്ടുപോയി എന്ന്. ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞപ്പോൾ കടുവ കൊണ്ടുപോയി എന്ന്. ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം എത്തിച്ച മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചില്ല. ഒരു ചക്കനെ മുഴുവൻ കടിച്ച് തിന്നു തീർത്തതാണ്. നിങ്ങൾക്കറിയോ, കണ്ടിട്ടില്ല ബോഡി, അതൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങള്. അപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി? വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച നടത്തി. ധനസഹായ തുക 10 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപ ഉടൻ നൽകും. മകന് വനംവകുപ്പിൽ
താൽക്കാലിക ജോലി നൽകാനും തീരുമാനം. ഈ അച്ഛൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഈ ദുഃഖാചരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരിക്കും വേണ്ട ഒരു സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് മറ്റു തരത്തിലുള്ള മോറൽ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഈ സ്ഥിരമായിട്ടൊരു നിയമനം എന്നുള്ളത് അത് സർക്കാരിന്റെ പരിഗണനയിൽ പലപ്പോഴും നമ്മൾ കൊണ്ടുവരാറുന്നതാണ്. അതിന് ഒരു പ്രഷർ വീണ്ടും ചെലുത്തുന്നതിൽ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രമിക്കുന്നതാണ്. കുറിച്യാട് റേഞ്ചിന് കീഴിലാണ് കടുവ ആക്രമണം ഉണ്ടായത്. മൂടക്കൊല്ലിയിൽ പ്രജീഷ്, പഞ്ചാരക്കൊല്ലിയിൽ രാധ, ഒടുവിൽ ദേവർഗദയിൽ കൂമൻ എന്ന മാസ്തിമാരൻ. കടുവകളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്നവരുടെ എണ്ണമേറുന്നത് ആശങ്കാജനകം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പ്രജനനകാലം അതിനിർണായകം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അല്പസമയം മുമ്പ് മറ്റൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിന്തളം സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കൊലപാതകമാണോ എന്ന സംശയം പോലീസ് പറയുന്നു. വിരലടയാള വിദഗ്ധർ പരിശോധിക്കുകയാണ് ഇപ്പോൾ സംഭവം നടന്ന സ്ഥലം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, ഇത് കൊലപാതകമാണോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ടോ? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് വീടുള്ളത് എന്നുകൂടി പറയുന്നുണ്ടല്ലോ. പ്രജിന് ആദ്യഘട്ടത്തിൽ വയോധികയാണ്, വയസ്സായി മരിച്ചതാണെന്നാണ് പ്രാഥമികമായി മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിലെ ഈ വൈദ്യുതി ബന്ധം അത് വിച്ഛേദിച്ച നിലയിലാണ്. അതുമാത്രമല്ല, വീടിന് പുറകുവശത്തെ വാതിൽ ആരോ തുറന്നിട്ട നിലയിലാണ്. വീടിന് മുൻവശത്തെ വാതിൽ അടച്ചിട്ട നിലയിലാണ്. ഇത് കരിന്തളത്താണ്. കരിന്തളം സ്വദേശി ലക്ഷ്മിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ അയൽവാസികളാണ് ഈ സംഭവം ആദ്യം അറിയുന്നത്. അങ്ങനെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും അതുപോലെ തന്നെ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രമല്ല, ഈ ലക്ഷ്മി വീണ് കിടക്കുന്ന സമയത്ത് കയ്യിൽ എന്തോ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. പോലീസിന് ഇന്നിപ്പോൾ രാത്രി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ വിളിച്ചപ്പോൾ മനസ്സിലായത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. എന്തായാലും പ്രദേശത്തൊക്കെ തന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രജിൻ. യെസ്, അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്നു. ഇവിടെ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ പുലി കൂട്ടിൽ കുടുങ്ങി എന്നൊരു വാർത്ത ഷംന പാലക്കാട് നിന്നും അറിയിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതം, ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ 24 സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം. മണ്ണാർക്കാടാണ് ഈ സംഭവം. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ഇത് എപ്പോഴാണ് ഈ സംഭവം? എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോ അല്പം മുമ്പാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. ഒരാഴ്ച മുൻപാണ് ഈ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മേഖലയിൽ ഇത്തരത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിക്കുന്നത്. സ്ഥിരമായി ഈ മേഖലയിൽ പുലിയെ നാട്ടുകാർ കാണുന്നതായി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുന്നതും പരിശോധന നടത്തുന്നതും ഒക്കെ. എന്തായാലും ഒരാഴ്ച മുൻപ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്ത്, വാസ്കോടൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കൂട്ടിൽ പുലി കുടുങ്ങിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും വനംവകുപ്പ് ഉടൻ തന്നെ സ്ഥലത്ത് എത്തുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ നമ്മൾ അറിയിക്കുന്നത്. ഈ നാട്ടുകാർ തന്നെയാണ് ഈ പുലി കൂട്ടിൽ കുടുങ്ങിയതായി കാണുന്നത്. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ പുലി അതിപ്പോൾ കുടുങ്ങിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രജിൻ നമുക്ക് മനസ്സിലാകുന്നത്. ശരി, ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഒരു അപകട വാർത്തയിലേക്കാണ്. എറണാകുളം വൈറ്റിലയിൽ കണ്ടെയ്നർ ലോറിയും ട്രാവലറും കൂട്ടിയിടിച്ചു. ട്രാവലറിൽ കുടുങ്ങിയ ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, വൈറ്റിലയിൽ ഉണ്ടായതൊരു വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം വലിയ ഗതാഗത കുരുക്ക് ആ മേഖലയിലാകെ ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രൈവറുടെ നില ഗുരുതരം എന്ന രീതിയിൽ ആണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? പ്രജിൻ, രാത്രി ഏതാണ്ട് ഒരു 9 കൂടിയാണ് അപകടം നടക്കുന്നത്. വൈറ്റില മേൽപ്പാലത്തിന് മുകളിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നറിന്റെ പിന്നിൽ അതേ ദിശയിൽ നിന്നെത്തിയ ഒരു ട്രാവലർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ട്രാവലർ എത്തിയത് വളരെ വേഗത്തിലാണ് എന്നാണ് ഇപ്പോൾ അവിടുത്തെ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ അറിയാം. ട്രാവലർ അത് പൂർണ്ണമായി തന്നെ അതിന്റെ മുൻഭാഗം പൂർണ്ണമായി തന്നെ
തകർന്നിരിക്കുകയാണ്. ഡ്രൈവർ മാത്രമാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഈ അപകടത്തെ തുടർന്ന് വാഹനത്തിൽ കുടുങ്ങി ഏറെ നേരം കുടുങ്ങിക്കിടന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഫയർഫോഴ്സും പോലീസും എത്തി വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. തലയ്ക്കും കാലിനും പരിക്കേറ്റു. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. നിലവിലിപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വലിയ ഗതാഗതക്കുരുക്ക് ഈ അപകടത്തെ തുടർന്ന് വൈറ്റിലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും വാഹനത്തെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അല്പം മുമ്പാണ് ഡ്രൈവറെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്. ഏറെ സാഹസികമായിട്ടാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ച് ഡ്രൈവറെ പുറത്തെടുത്തത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം. ഈ വാഹനം വളരെ വേഗത്തിൽ തന്നെ എത്തി കണ്ടെയ്നറിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എന്തായാലും വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനം മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഗതാഗതം സാധാരണ നിലയിലാക്കാനുള്ള ഒരു ദൗത്യമാണ് അവിടെ ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും വലിയ അപകടമാണ് ഇന്ന് രാത്രി 9 തന്നെ വൈറ്റില മേൽപ്പാലത്തിൽ ഉണ്ടായത്. പാലക്കാട് പുലി കുടുങ്ങിയ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി കൂട്ടിൽ കുടുങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അല്പസം മുൻപാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആയിഷത്തുൽ ഷംന അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു. ഷംന, അപ്പോൾ ഈ കൂട്ടിൽ കുടുങ്ങിയ പുലിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ മേഖല ഏതാണ്? വിശദാംശങ്ങൾ. മണ്ണാർക്കാട് വാക്കോട് പ്രദേശത്തുള്ള റബ്ബർ തോട്ടത്തിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നത്. അതായത് കഴിഞ്ഞ മാസം തന്നെ ഈ പ്രദേശത്ത് പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചിരുന്നു. നേരത്തെയൊക്കെ ചില ഈ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ചില അജ്ഞാത ജീവികൾ പിടിച്ചുകൊണ്ടുപോകുന്നതായുള്ള വിവരമുണ്ടായിരുന്നു. ചില കാൽപ്പാടുകൾ കണ്ടെത്തുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറകെ പിന്നീട് കഴിഞ്ഞ മാസമാണ് പുലി എന്ന തരത്തിൽ വനംവകുപ്പ് അത് സ്ഥിരീകരിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. റബ്ബർ തോട്ടത്തിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിട്ടുള്ളത്. രാത്രി 9:45 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തുടർന്നുള്ള നടപടികളൊക്കെ ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രദേശവാസികളുടെ ഏറെ നാളായുള്ള ആശങ്കയായിരുന്നു ഈ പ്രദേശത്ത് പുലി ഇറങ്ങുന്നത്. കാരണം ഈ മേഖലകൾ, മണ്ണാർക്കാട് മേഖലയൊക്കെ നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഏറെ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. എന്തായാലും ഇപ്പോൾ പുലി കൂട്ടിൽ കുടുങ്ങിയതോടുകൂടി ജനങ്ങളൊക്കെ വലിയ തരത്തിൽ ഒരു ആശ്വാസം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ പുലിയെ ഇനി മാറ്റുന്നതടക്കമുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. പ്രജിൻ. ശരി, ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മലയാളത്തിന്റെ ശ്രീമാഞ്ഞം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം. 69 വയസ്സായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ. ഡയാലിസിസിന് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാവിലെ 8:30 മരണം സ്ഥിരീകരിച്ചു. ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു. ചെന്നൈയിലേക്ക് യാത്ര തിരിച്ച മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിലേക്കെത്തി. സിനിമാ ചിത്രീകരണത്തിലായിരുന്ന ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ ഉദയംപേരൂരിലെ വീട്ടിലെത്തി. അസുഖബാധിതനായി ഏറെ തളർന്നപ്പോഴും പൊതുവേദികളിൽ ഉൾപ്പെടെ സജീവമായിരുന്ന പ്രിയതാരത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഉദയംപേരൂരിലെ കണ്ടനാട്. പ്രിയതാരത്തിനെ അവസാനമായി കാണാൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ശ്രീനിവാസന്റെ വിയോഗം സിനിമാ ലോകത്തിന്
കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൻ്റെ ശൈലിയിലൂടെ, നല്ല മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ സിനിമ കാണുന്നവരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു. എല്ലാ രീതിയിലും കനത്ത നഷ്ടം, വ്യക്തിപരമായും വലിയ തോതിലുള്ള ഒരു നഷ്ടം ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. 24-ന് വേണ്ടി ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആദരമർപ്പിച്ചു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ടൗൺ ഹാളിലെത്തി. പ്രിയതാരത്തെ അവസാനമായി കാണാൻ നിരവധി പേരാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ പാട്യത്തെ വെള്ളരിപ്പാടങ്ങളിൽ നിന്നാണ് ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ വെള്ളിത്തിരയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ആ ഗ്രാമത്തിന്റെ നന്മയിലും നിഷ്കളങ്കതയിലും നടന്ന ശ്രീനി തന്റെ ചുറ്റുമുള്ള മനുഷ്യ നിരീക്ഷിച്ചാണ് സിനിമയിലെ അനശ്വര കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. പാട്യത്തെ വയലുകളിൽ ജ്യേഷ്ഠൻ രവീന്ദ്രനൊപ്പം വെള്ളരി നാടകങ്ങൾക്കായി വിയർപ്പൊഴുക്കിയ ആ നാളുകളാണ് ശ്രീനിവാസനിലെ ജീനിയസിനെ വാർത്തെടുത്തത്. കയ്യിൽ കിട്ടുന്ന കടലാസ കഷ്ണങ്ങളിൽ ജീവിതമെഴുതി ചേർത്ത ആ കാലം ശ്രീനിയുടെ സിനിമാ ജീവിതത്തിന്റെ ആണിക്കല്ലായി. 1970 രൂപം കൊണ്ട കൽപ്പന നാടക സമിതിയിലൂടെ തന്റെ സർഗയാത്രയുടെ ആദ്യ വലിയ ചുവടുവെപ്പ് നടത്തി. ശ്രീനിവാസൻ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന വിധത്തിൽ, ചിരിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന വിധത്തിൽ എത്ര ദുഃഖകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക നൈസർഗിക വാസന ശ്രീനിക്ക് ആദ്യമുണ്ട്. അത് ജന്മവാസനയാണ്. അയൽപ്പക്കത്തെ കാഴ്ചകളായിരുന്നു ശ്രീനിവാസന്റെ സിനിമകളെല്ലാം. മലയാളികൾ നെഞ്ചേറ്റിയ ദാസനും വിജയനും ഉൾപ്പെടെ മിക്ക കഥാപാത്രങ്ങളും വെറുമൊരു ഭാവനയായിരുന്നില്ല. പാട്യത്തെ വായനശാലകളും ചായക്കടകളും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെയും നോക്കിയാണ് ശ്രീനി അവർക്ക് ജീവൻ നൽകിയത്. നാടോടിക്കാറ്റിൽ ദാസനെ അവതരിപ്പിക്കുന്നത് ഞാനാണ്. എന്നെ വിട്ടിട്ട് പോയിട്ട് അപ്പം തൊട്ടൊരു വെള്ളമടിക്കാൻ ഞാൻ വെള്ളമടിക്കാൻ ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ വെള്ളമടിക്കേണ്ടി വന്നു. അത്ര വിഷമത്തിലാണ് ഞാൻ. എന്നെ ജീവിക്കാൻ അനുവദിച്ച ഒരു വ്യക്തിയാണ്. സിനിമയുടെ ചമയങ്ങൾക്കിടയിലും പാട്യമെന്ന ഗ്രാമം ശ്രീനിക്കുള്ളിൽ എന്നും ജീവിച്ചിരുന്നു. ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളും എഴുത്തിൽ നിഴലിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. എന്തായാൽ നമ്മളിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോയിക്കൂടെ എന്നെല്ലാം വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഈ പുള്ളി പറയും ചായ വേണ്ടി വന്നേക്കും എന്നൊരു കഥാപാത്രമാണ്. നമ്മളെപ്പോൾ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്ന ഭാഷയിൽ സംസാരത്തിൻ്റെ ഒരു ശ്രീനിവാസൻ്റെ ഡയലോഗ് വരും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. വെള്ളേരിക്ക് കാവലും അടക്കുക രാത്രി. അന്നേരം ചെറിയ ഷെഡും കെട്ടിയിട്ട് കാവലും അടക്കും ആൾക്കാർ. അന്നേരം ഇവർ ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു നാടക പരിപാടി ഇടും രാത്രി. അങ്ങനെയാണ് വെള്ളേരി നാടകങ്ങളിലൂടെയാണ് പിന്നെ അമേച്ചർ നാടക രംഗത്തേക്ക് വരികയായിരുന്നു ശ്രീനിവാസൻ. സ്വന്തം നാട്ടുകാരുടെ കഥയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സിനിമകളിലല്ല. പച്ചയായ മനുഷ്യരുടെ കലാകാരൻ തന്റെ വലിയ യാത്ര പൂർത്തിയാക്കി മടങ്ങുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ച ചിരികൾക്ക് മരണമില്ല. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവെള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. രാത്രി 9 മണിവരെ 74,070 പേരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗിലൂടെ 10,210 പേർ എത്തി. പുല്ലുമേട് കാനനപാതയിൽ നിയന്ത്രണം തുടരുകയാണ്. വണ്ടിപ്പെരിയാർ സത്രം വഴി സ്പോട്ട് ബുക്കിംഗിലൂടെ 1000 പേർക്ക് മാത്രമാണ് പ്രവേശനം. കായിക വാർത്തകൾ. ഞെട്ടിക്കുന്ന തീരുമാനങ്ങളുമായി 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചപ്പോൾ പരീക്ഷണങ്ങൾ നിർത്തി ശുഭ്മാൻ ഗില്ലിനെയും ജിതേഷ് ശർമ്മയെയും ഒഴിവാക്കി. ഇഷാൻ കിഷനും റിങ്കു സിംഗും തിരിച്ചെത്തുകയും ചെയ്തു. ഞെട്ടിച്ച BCCI. പോസ്റ്റർ ബോയിയേക്കാൾ വലുത് ലോകകപ്പ് എന്ന ബോധം വന്നതോടെ ശുഭ്മാൻ ഗില്ലിനെ വെച്ചുള്ള പരീക്ഷണങ്ങൾക്ക് പരിസമാപ്തി. കഴിഞ്ഞ 14 കളിയിലും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാത്ത ഗില്ലിനെ സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്താക്കി. സഞ്ജു സാംസണ 1ാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനൊപ്പം തന്റെ ഓപ്പണർ റോളും തിരിച്ചു കിട്ടാൻ പോകുന്നു. ജിതേഷ് ശർമ്മയെ ഒഴിവാക്കി ആഭ്യന്തര ക്രിക്കറ്റിൽ തകർത്തടിച്ച ഇഷാൻ കിഷനെ 2ാം വിക്കറ്റ് കീപ്പർ റോളിലേക്കും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഗില്ലിനെ ഒഴിവാക്കിയതോടെ റിങ്കു സിംഗിനാണ് നറുക്കു വീണത്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ എന്നിവരാണ് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ. ഓൾറൗണ്ടർമാരായി ഹാർദിക് പണ്ഡ്യ, അക്സർ പട്ടേൽ, ശിവൻ ദുബെ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ. അക്സർ പട്ടേലാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും. ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, ഹർഷിദ് റാണ എന്നീ പേസർമാർക്കൊപ്പം വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും
സ്പിന്നർമാരായി 15 സ്ക്വാഡിൽ ഇടം നേടി. ഫെബ്രുവരി 7-ന് UAE-ക്കെതിരായ മത്സരത്തോടെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് തുടക്കമാവുക. ഇതേ സ്ക്വാഡ് തന്നെയായിരിക്കും ജനുവരിയിൽ നടക്കുന്ന ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിലും അണിനിരക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.